വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഇന്ന് ഞാൻ 3 പീസ് സെറ്റ് ആണ്, പ്രീമിയം 3 പീസ് സെറ്റ് ആണ് കാണിക്കുന്നത്. സിൽക്കിൽ വരുന്ന അതിന് എന്താ പറയാ ഒരു സിൽക്കി ഫാബ്രിക് തന്നെയാണത്. അപ്പോൾ ഒരു പ്രീമിയം സെറ്റ് ആയിട്ട് 3 പീസിന്റെ സെറ്റാണ് കാണിക്കുന്നത്. അപ്പൊ ഞാൻ ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. നമ്മളിപ്പോൾ ഞാൻ ഓരോന്നും കാണിച്ചു കൊടുക്കാം. ഫസ്റ്റ് തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെഹന്തി കളറും അങ്ങനത്തെ ഒരു ലൈറ്റ് ഗ്രീനിന്റെയും കൂടെ പിസ്തയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു കളറാട്ടോ ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മൾ കാണിക്കുന്ന ഒരു സിൽക്കി ഫാബ്രിക് ആണ് കേട്ടോ. ഒരു ഉണ്ട് ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ഫാബ്രിക്, സിൽക്കാണ്. അതിനകത്തോട്ട് ഇതിലുപോലെ ഫോയിൽ മിറേഴ്സ് വെച്ചിട്ട് ഫുള്ളി ക്രോഷോ ലേസും പിന്നെ ഓരോ ത്രെഡ് കൊണ്ടുള്ള എംബ്രോയിഡറി വെച്ചിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് കണ്ടാൽ അറിയാം, കണ്ടോ ഓരോ സെൽഫായിട്ട് ഓരോ പ്രിന്റ് വന്നേക്കുന്നുണ്ടോ. ആ ഒരു ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആ കളറാണ് കേട്ടോ. നല്ലൊരു മെഹന്തി ഗ്രീൻ ആ ഒരു കളറിലാണ് ഇത് വന്നേക്കുന്നത്. 2 കളേഴ്സ് ഉണ്ട്. സെക്കൻഡ് കളർ വന്നിട്ട് ഇതേപോലെ നല്ല ഡാർക്ക് ആയിട്ടുള്ള റാണി പിങ്ക് കളറാണ്. അതിനകത്തോട്ടും ഓരോ റാണി പിങ്കിന്റെ തന്നെ ഡാർക്കർ ഷെയ്ഡും ലൈറ്റ് പിങ്ക് ഓരോ പാച്ചസ് കണ്ടോ നിങ്ങൾ. ഇതുപോലെ ഇതും ചെറിയ ത്രെഡ് കൊണ്ടുള്ള ക്രോഷോ ലേസ് ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ 2 കളേഴ്സിലാണ്. ഞാൻ ഫസ്റ്റ് ഈ ഒരു കളർ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇതുപോലെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടിഫുൾ മെറ്റീരിയൽ ആണ് കേട്ടോ. ഇത് കണ്ടോ ഓൾ ഓവർ ഈ ഒരു പ്രിന്റാണ് വരുന്നത് ഇതുപോലെ. എന്നിട്ട് എൻഡിലോട്ട് ഇതേപോലെ ഒരു ക്രോഷോ ലേസ് ട്രാൻസ്പെറന്റ് ആയിട്ട് നമ്മൾ ഇതേപോലെ ഒരു ക്രോഷോ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണോ അതിന്റെ പ്രിന്റ്. ഇതേപോലെ ഒരു ഭയങ്കര ഫ്ലോയി ഫാബ്രിക് ആണ് കേട്ടോ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെയാണ് വരുന്നത്. ഇതുപോലെ ദുപ്പട്ടയുടെ നല്ല 4 സൈഡിലും ബോർഡറൊക്കെ വെച്ചിട്ട് എൻഡിലോട്ട് ഇതേപോലെ ടാസൽസ് ഒക്കെ വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിൽക്കി ഒരു പ്രീമിയം കുർത്തി സെറ്റാണ് കേട്ടോ ഇപ്പോൾ ഇത് കാണിച്ചേക്കുന്നത്. 4 സൈഡ് ബോർഡർ ആ ഒരു സിൽക്കിന്റെ ഫിനിഷിങ് കണ്ടാലറിയാം. ഇത് നമുക്ക് കൂടിയ റയോൺ ആണ് ഇതിനകത്ത് ബോട്ടം ആയിട്ട് കൊടുത്തേക്കുന്നത്. അതിന്റെ അടുത്ത കളർ വന്നിട്ട് ഇതേപോലെ ഇത് റാണി പിങ്ക് ആണ്. എന്ത് ഭംഗിയാണെന്ന് അറിയാം. ഇത് നാം ചെയ്ത് ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷെ നമുക്ക് അതിന് സാധിച്ചിട്ടില്ല. ഇതുപോലെ അതിന്റെ എൻഡിലോട്ടും ഇതേപോലെ കണ്ടോ ഈ ഒരു ക്രോഷോ ലേസ് വന്നിട്ട് താഴെ ഈ ഒരു ബോർഡർ ഒക്കെ ആയിട്ട് ഇതുപോലെ ഞാൻ ഫുള്ളി കാണിച്ചു തരാം. സ്ലീവിലോട്ടൊക്കെ ഉള്ള പോർഷൻ ഇതുപോലെ സ്ലീവിലോട്ട് നമുക്ക് ഈ ഒരു ബോർഡർ വരും കണ്ടോ. സ്ലീവിന്റെ എൻഡിലോട്ട് ആ ഒരു ഫാബ്രിക്കിന്റെ ഒരു ഷൈനിങ് കണ്ടോ, ആ സിൽക്കിന്റെ ഒരു ഫീല്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ തന്നെ ബോർഡർ ഒക്കെ ആയിട്ട് എൻഡിലോട്ട് ടാസൽസ് ഒക്കെ വന്നിട്ട് ഇതുപോലെ തന്നെ റയോൺ ഫാബ്രിക് ആണ് വന്നേക്കുന്നത്. പിന്നെ ഈ ഒരു ഫാബ്രിക്കിന്റെ തന്നെ നമ്മൾ നെക്ക് ഇതേപോലെ വി നെക്ക് വന്നിട്ട് പേൾസ് ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. പേൾസ് വെച്ചിട്ട് ഇതേപോലെ ക്രോഷോ ലേസ് വെച്ചിട്ടുണ്ട്. ഫാബ്രിക് സെയിം തന്നെ, പ്രിന്റും എല്ലാം സെയിം, നെക്ക് മാത്രം ഡിഫറെന്റ് ആണ്, ബാക്കി എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഇതിന്റെ ദുപ്പട്ടയും ഇതേപോലെ തന്നെ സെയിം സിമിലർ ആണ് കേട്ടോ. ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ കുറച്ച് ബോർഡറിന് ഒരു വ്യത്യാസമുണ്ട്. ഇതുപോലെ വരും. നല്ല ഒരു പ്രീമിയം കുർത്തി സെറ്റ് ആയിട്ടാണ് നമ്മൾ ഇത് ഇട്ടേക്കുന്നത് കണ്ടോ. ഇതുപോലെയാണല്ലോ, ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ പിന്നെ അടുത്തത് കാണിക്കുന്ന ഇതുപോലെ പ്യുവർ ആയിട്ടുള്ള ക്രേപ്പ് സിൽക്കിലോട്ട് ബാത്തിക് പ്രിന്റ് വരുന്ന കേട്ടോ. ഇത് പ്യുവർ ആണ് ഈ ഫാബ്രിക് വന്നിട്ട്. അതിനകത്തോട്ട് ഫുള്ളി ഇതുപോലെ ഇത് കണ്ടോ ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ഇതുപോലെ എന്താ പറയാ ഒരു അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കൊടുത്തേക്കുന്നത്. അത് ക്രേപ്പ് സിൽക്കാണ്. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഭയങ്കര ഹൈ ക്വാളിറ്റി ഇതാണ് കണ്ടോ, ഒരു സിൽക്കി ഇത് തന്നെയാണ്. ഇത് ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ ബാത്തിക് പ്രിന്റ് വന്നിട്ട് ഇത് നമ്മൾ അയൺ ചെയ്ത് വരുമ്പോൾ ഇത്രയും വിഡ്ത്തും ലെങ്ത്തും വരും കണ്ടോ. അത്രയും വലിയ ഇതായിട്ട് വരും. ഗോട്ട 4 സൈഡ് വെച്ചിട്ട് ഇതിന്റെ എൻഡിലോട്ടും ഗോട്ടയുടെ ഡിസൈൻ ഉണ്ട്. ഇതിന്റെ 3 കളേഴ്സ്. ഇത് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറൂൺ കളറിലോട്ട് ഇതേപോലെ കണ്ടോ ഈ ഒരു സെയിം തന്നെ. ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇതുപോലെ തന്നെ അയൺ ചെയ്തിട്ട് നമ്മൾ ഫുൾ ഫിനിഷിങ്ങിലേക്ക് ഇതുപോലെ വരുത്തുന്നത് കണ്ടോ. ഇതുപോലെ ഉണ്ട്. അതിന്റെ തന്നെ അടുത്തത് ബ്ലൂ ആണ്. ബ്ലൂവിന്റെ സൂപ്പർ കളറാണ് കണ്ടോ. അതുപോലെ തന്നെ ഈ ബോട്ടം വന്നിട്ട് സിൽക്കാണ്. ഇതുപോലെ തന്നെ ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ഉണ്ട്. അപ്പൊ ഫസ്റ്റ് തന്നെ ഇതേപോലെ ഇതുപോലെ വന്നിട്ട് നല്ല ലോങ് ആയിട്ടുള്ള നല്ല ലെങ്ത് ഒക്കെ നമുക്ക് അത്യാവശ്യം കിട്ടും. എല്ലാവരും ലെങ്ത് കിട്ടുമെന്ന് ചോദിക്കുന്നുണ്ട്. ചിലതിന് നമുക്ക് ലെങ്ത് ആ ഫാബ്രിക്കിൽ തന്നെ കുറവായിട്ട് വരും. ഈ ഫാബ്രിക് നേരെ കാണുമ്പോഴാണ് അതിന്റെ ഭംഗി. കളേഴ്സും അത്ര സൂപ്പറാണ്. സിൽക്കി ഫാബ്രിക് ഇതുപോലെ ഉണ്ടാവും. ഇത് ദുപ്പട്ട 4 സൈഡും ഇതേപോലെ ബോർഡർ ഒക്കെ വന്നിട്ട് പ്യുവർ ബാത്തിക് ഒരു ബാത്തിക് പ്രിന്റ് അതിന് സിമിലർ ആയിട്ട് വന്നിരിക്കുന്ന എൻഡിലോട്ട് ഇതേപോലെ ക്രോഷോ ലേസ് ഒക്കെ വന്നിട്ട് ഇതേപോലെ ഉണ്ടാവും. ഓക്കെ, വന്നേക്കുന്ന വർക്ക് ഇതേപോലെ സെയിം ലുക്ക് തന്നെയാണ്. ഭയങ്കര ഭംഗിയായിട്ടോ. ഇത് ഒരെണ്ണം റെഡിയാക്കിയിട്ട് ഞാൻ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതുപോലെ ഇത് കുറച്ചും കൂടെ ഒരു മറ്റേതൊരു യെല്ലോ ടോൺ ആണെങ്കിൽ ഇത് ഇച്ചിരി കൂടെ ഒരു ഗ്രീൻ ടോണിലേക്ക് വരുന്നതാണ്. നമ്മൾ നെക്കൊക്കെ നല്ല ഹൈ നെക്കൊക്കെ കൊടുത്ത് ചെയ്താൽ സൂപ്പർ ആയിരിക്കും. ബോട്ടം വന്നിട്ട് പ്യുവർ സാൻഡൂൺ ഇതേപോലെ. അപ്പം ഇതിന്റെ ദുപ്പട്ട ബോട്ടം ഇതേപോലെ ഉണ്ടാവും. ഇതാണ് ഇതുപോലെ നല്ല ലുക്കാണ് കേട്ടോ. ഇതുപോലെയാണ് ടോപ്പ് ബോട്ടം വരുമ്പോ ഈ ഒരു. അപ്പൊ ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതാണ് ഇതിന്റെ ടോപ്പ് വരുന്നത്. ഇതിന്റെ ബോട്ടം ഞാൻ കാണിച്ചു തരാം. ഇതേപോലെയാണ് ഇത് ടോപ്പ്. ദുപ്പട്ട വരുന്ന ബോട്ടം വന്നിട്ടുള്ള ബോട്ടം ആണ് വരുന്നത്. ഇതേപോലെ ഉണ്ട് കണ്ടോ. നല്ല സൂപ്പർ ആയിട്ട് ഈ ഒരു കളർ സൂപ്പർ ലിമിറ്റഡ്
സൈഡും ഇതേപോലെ ടാസിൽസ് ഒക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതുപോലെ. പിന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ഈ ഒരു പോർഷൻ ആണ്. സ്ലീവിലോട്ട് ഈ ഒരു ബോർഡർ ഇതുപോലെ വരും. കണ്ടോ, ഇത് സ്ലീവിലോട്ട് വരുന്ന ബോർഡർ ആണ് സ്ലീവിന്റെ എൻഡിലേക്ക്. അത് ഗ്രീനിനും ഉണ്ട് കേട്ടോ. ഞാൻ കാണിക്കുന്നത് പ്യുവർ ക്രേപ്പ് സിൽക്ക് ആണ്. പ്യുവർ എന്ന് പറഞ്ഞാൽ എത്ര സോഫ്റ്റ് ആണ്. പക്ഷെ നമ്മളിത് ഡ്രൈ വാഷ് ചെയ്യണം. കാരണം ആ ഫാബ്രിക് കണ്ടാൽ തന്നെ അറിയാം എത്ര സ്മൂത്ത് ആണ്. ഇങ്ങനെ അയൺ ചെയ്ത് വലുതാക്കി കഴിയുമ്പോൾ ഇതാ ഇത്രയും വിട്ടും ലെങ്ത്തും ഒക്കെ ഉള്ളതായി വരും. അപ്പം ഇതാണ് ഇത്. നമ്മള് ഇതുപോലെ സിമ്പിൾ നെക്കൊക്കെ വെച്ചാൽ എന്ത് ഭംഗിയായിരിക്കും എന്നറിയും. ഞാൻ പറഞ്ഞില്ലേ, ദുപ്പട്ടയ്ക്ക് ലെങ്ത് ഇങ്ങനെ കാണുമ്പോൾ കുറവാണ്. അത് അയൺ ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്യണമെങ്കിൽ ചെയ്തു തരാം. ഇതുപോലെ ടോപ്പ് ബോട്ടം ദുപ്പട്ട തന്നെ ക്ലാസ് ലുക്കാണ്. മെറൂൺ എല്ലാവർക്കും നല്ല മാച്ച് ആവുന്ന കളറാണ് ഇതുപോലെ. ഓക്കെ, അപ്പൊ ഇതിന്റെ അടുത്ത കളർ കാണിച്ചു തരാം. ഇതേപോലെ ഇതാണ് ഇതിന്റെ പ്യുവർ ആയിട്ടുള്ള ഇതുപോലെ തന്നെ പ്യുവർ ബോട്ടം വന്നിട്ട് ഇതേപോലെ നല്ല നെക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്ത നല്ല സൂപ്പർ പ്രിന്റ് ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഇതുപോലെ ഉണ്ടാവും. ഇതൊക്കെ ദുപ്പട്ട ഉണ്ടോ, നല്ല സൂപ്പർ ദുപ്പട്ട. ഓക്കെ, ദുപ്പട്ടയുടെ ലെങ്ത് ഞാൻ പറഞ്ഞായിരുന്നു. ഇതും ഇതേപോലെ തന്നെ. ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 2700 ആണ് കേട്ടോ. മറ്റേതെല്ലാം 39 ആകുമ്പം ഇത് 2700 ആണ്. പ്യുവർ ക്രേപ്പ് സിൽക്ക് ആണ്. ഇതുപോലെ ഈ ഒരു ഫാബ്രിക് ഇതേപോലെ കണ്ടോ. എന്നിട്ട് ഇതിന്റെ ബോട്ടം വന്നിട്ട് ഇതും പ്യുവർ ആണ്. ഡ്രൈ വാഷ് ചെയ്യണം. അതുപോലെ കളർ ഞാൻ കളർ ബ്ലീഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ വാഷ് ചെയ്ത് കളർ ബ്ലീഡ്. കാരണം ഇത് ഡൈ ചെയ്ത് ഈ കളറിലോട്ട് ആക്കിയേക്കുന്നതാണ്. ഇത്രയും പ്യുവർ ആയിട്ടുള്ള ബ്ലൂ കളർ ഇതേപോലെ നല്ല അടിപൊളിയാണ്. അപ്പൊ ഇത്രയാണ്. റെഡി ടു ഡെസ്പാച്ച് ആണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ ചാർജും കാര്യങ്ങളും പറയാം. വേണമെങ്കിൽ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.